പ്രിയരെ, ഞാൻ അഷ്റഫ് കാവശ്ശേരി. സത്യത്തിനു സാക്ഷികളാവുക, സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുക. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഇത് സംബന്ധിച്ച 2 ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയുന്നു. ഒന്ന്, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിൽ നിന്ന്. 2, നമ്മൾക്ക് തൊട്ടു മുമ്പേ അനുഭവപ്പെട്ട ഒരു ചരിത്ര വിജയം, സൊഹ്റാൻ മംദാനിയുടെ ജീവിത വിജയവും തിരഞ്ഞെടുപ്പ് വിജയവും സംബന്ധിച്ചാണ്. പണ്ട് പ്രവാചകനായ മുഹമ്മദിൻ്റെ അടുക്കൽ 2 അനാഥ ബാലന്മാർ വന്നു. അവരുടെ സ്വത്ത് അന്യായമായി കൈവശം വച്ചിരിക്കുന്ന അബൂജഹൽ എന്ന ക്രൂരനും ഗുണ്ടയുമായ ഒരാളിൽ നിന്നും തങ്ങളുടെ സ്വത്ത് തിരിച്ചു വാങ്ങിച്ചു തരണം എന്ന ആവശ്യവുമായാണ് അവർ വന്നത്. ഇവരെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതും അബൂജഹലിൻ്റെ കിങ്കരന്മാരായിരുന്നു. കാരണം വളരെ ക്രൂരനും വളരെ അതിശക്തനുമായിരുന്ന അബൂജഹലിൻ്റെ മുമ്പിൽ നാണം കെടുന്ന മുഹമ്മദിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. മുഹമ്മദ് ആ 2 കുട്ടികളെയും കൂടി അബൂജഹലിൻ്റെ അടുക്കൽ പോയി. ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അബൂജഹലിനെ വിളിച്ചു. താൻ ഇവരുടെ ധനം അന്യായമായി കൈവശം വച്ചിട്ടുണ്ടോ എന്ന് ഘനഗംഭീര ശബ്ദത്തിൽ മുഹമ്മദ് ചോദിക്കുകയും പേടിയോടെ അബൂജഹൽ വീട്ടിനകത്തേക്ക് പോയി ഉണ്ട് എന്ന് പറഞ്ഞ് ആ ധനം തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന അബൂജഹലിൻ്റെ കിങ്കരന്മാർ അന്താളിച്ചു പോയി. എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് അറിയുമായിരുന്നില്ല. ഇക്കാര്യത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ അവർ അബൂജഹലിനോട് ചോദിച്ചപ്പോൾ അബൂജഹൽ പറയുകയാണ്, ആ കുട്ടികളുടെ ധനം ആവശ്യപ്പെട്ട് മുഹമ്മദ് എൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ഹിംസാകാരമായ 2 സിംഹങ്ങൾ അവൻ്റെ 2 തോളിലും നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ മറുത്തൊരു വാക്ക് പറയുകയാണെങ്കിൽ അവ 2ഉം എൻ്റെ മേലേക്ക് ചാടി വീഴുമോ എന്നു ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം പ്രവർത്തിച്ചത് എന്നാണ്. സത്യത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഒരു ദൈവികമായ ശക്തി, എക്സ്ട്രാ എനർജി ഉണ്ടാവുമെന്നും അതിൻ്റെ പരിണിത ഫലമാണ് അവിടെ സംഭവിച്ചത് എന്നുമാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും സമ്പന്നരും പവർഫുള്ളറുമായ ജനങ്ങൾ അധിവസിക്കുന്ന ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയർ തിരഞ്ഞെടുപ്പിൽ കുടിയേറ്റക്കാരനും ഇന്ത്യൻ വംശജനും മുസ്ലിമുമായ സൊഹ്റാൻ മംദാനിയുടെ ഊജ്ജ്വല വിജയത്തെക്കുറിച്ചാണ്. മുസ്ലിങ്ങളുടെ ബദ്ധശത്രുക്കളായ ജൂതന്മാർ അധിവസിക്കുന്ന ഭൂരിപക്ഷം ജൂതന്മാരും ക്രിസ്ത്യാനികളും അധിവസിക്കുന്ന ആ ന്യൂയോർക്ക് സിറ്റിയുടെ ഭരണാധികാരം നേടിയെടുക്കുക എന്നത് സൊഹ്റാൻ മംദാനിയെ സംബന്ധിച്ചിടത്തോളം അതിദുഷ്കരമായിരുന്നു. പക്ഷേ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള സൊഹ്റാൻ മംദാനിയുടെ മുദ്രാവാക്യങ്ങൾ അവർ സ്വീകരിക്കുകയായിരുന്നു. ലോക പോലീസുകാരനായ ട്രംപിൻ്റെ മുഖത്തേറ്റ ഒരു അടിയായിരുന്നു സൊഹ്റാൻ മംദാനിയുടെ തിരഞ്ഞെടുപ്പ് വിജയം. നീതിക്കു വേണ്ടി നിലകൊള്ളുന്ന സൊഹ്റാൻ മംദാനിയുടെ മുദ്രാവാക്യങ്ങൾ ആ ജനത ഏറ്റെടുക്കുകയും അവർക്ക് അദ്ദേഹത്തിന് മധുരമുള്ള ഒരു വിജയം സമ്മാനിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എവിടെയും ഇത്തരത്തിലുള്ള നീതിയുടെയും ന്യായത്തിൻ്റെയും വിജയത്തിനായി ജനങ്ങൾ പ്രയത്നിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സ് അനുകൂലമായിരിക്കും എന്നാണ്. ദശലക്ഷക്കണക്കിന് ഡോളർ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കായി ചിലവഴിക്കുന്ന ആളുകളുടെ പിന്തുണയോ പവർഫുള്ളായ ആളുകളുടെ പിന്തുണയോ ഇല്ലാതെ മുദ്രാവാക്യങ്ങളിലൂടെയും സോഷ്യലിസത്തിലൂടെയും അദ്ദേഹം വിജയത്തിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. അതിലുപരി സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന സൊഹ്റാൻ മംദാനിയുടെ ഈ വിജയം ത്രസിപ്പിക്കുന്ന ഒരു വിജയമായി ചരിത്രം രേഖപ്പെടുത്തും. നീതിക്കു വേണ്ടി നിലകൊണ്ട മംദാനിയുടെ യഥാർത്ഥ വിജയം അവിടുത്തെ ജനങ്ങളുടെ
ജനാധിപത്യപരമായ പിന്തുണയായിരുന്നു. കുടിയേറ്റക്കാരനും ഇന്ത്യൻ വംശജനും മുസ്ലിമുമായ മമതാനിയുടെ ഈ ത്രസിപ്പിക്കുന്ന വിജയത്തിൽ ജനാധിപത്യ വിശ്വാസികൾ ആഹ്ലാദത്തിലാണ്. നീതിക്ക് വേണ്ടി നിലകൊണ്ട് ത്രസിപ്പിക്കുന്ന വിജയം കരസ്ഥമാക്കിയ സൊഹ്റാൻ മംദാനിക്കാകട്ടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട്.